ഡിസ്ട്രിക്ട് കളക്ടറുണ്ട്, SP ഉണ്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട 3 MLA-മാരുണ്ട്. സച്ചിൻ ദേവ് ഉണ്ട്, AK മസ്റഫ് ഉണ്ട്, ലിൻഡോ ജോസഫ് ഉണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ ബ്രീഫ് ചെയ്ത പോലെ തന്നെ തുടർന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നാളത്തോടുകൂടി തീരുമാനമെടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മേജർ ജനറൽ ഇന്ദ്രപാലൻ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഡ്രോൺ വെച്ചുകൊണ്ട് 3 സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. തുടർന്ന് ഇങ്ങോട്ട് നേവിയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അത് സംബന്ധിച്ച് ഡിസ്ട്രിക്ട് കളക്ടർ നാളെ തീരുമാനം അറിയിക്കും. തുടർന്ന് MLA സൂചിപ്പിച്ച പോലെ തുടർന്ന് അങ്ങോട്ട് എല്ലാ രീതിയിലുമുള്ള അന്വേഷണം, പരിശോധന, സെർച്ചിങ് എല്ലാം തുടർന്ന് നടത്തും എന്നാണ് ഇന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. അതാണ് തീരുമാനം എന്നറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. നാവികസേനയുടെ പ്രവർത്തനം വൈകാനിടയുണ്ടോ? ഒഴുക്കിങ്ങനെ മാറാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ MP അല്ല, നാളെ ഇപ്പം ഐ തിങ്ക് നാളെ ഏതായാലും അപ്പോൾ നേവിയുമായി സംസാരിച്ച് ഇപ്പോൾ നേരത്തെ ആർമി എല്ലാവരുമായി NDRF എല്ലാവരുമായി സംസാരിച്ചുകൊണ്ട് നേരത്തെ മേജർ ജനറൽ ഇന്ദ്രപാലൻ പറഞ്ഞ പോലെ ഐഡൻറ്റിഫൈ ചെയ്ത 3 പോയിന്റുകൾ അത് സെർച്ച് ചെയ്യാനുമുള്ള നടപടി ഉണ്ടാകും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ദ്രപാലൻ മലയാളിയാണ്. അദ്ദേഹം ചെന്നൈയിലാണ് താമസിക്കുന്നത്. മേജർ ജനറലായിരുന്നു. ബഹുമാന്യനായ MLA അറിയാലോ, കാരണം അസംബ്ലിക്ക് പോലും പോകാതെ ഇതിൻ്റെ കൂടെ നിൽക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവിറ്റേഷൻ മുഖവിലൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം ഇന്ന് രാവിലെ വന്നിട്ടുള്ളത്. തമിഴ്നാട് സ്വദേശിയാവും ഒരു ശരവണൻ മരിച്ചിരുന്നു. അദ്ദേഹത്തിന് DNA മാച്ചായോ? അതറിയും. പ്രത്യേകിച്ച് മറ്റ് വിശദീകരണത്തിലേക്കൊന്നുമില്ല. ആധികാരികമായി മേജർ ജനറൽ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പ്രധാനമായും നമ്മുടെ മുന്നിലുള്ളത്. നമ്മളെ സംബന്ധിച്ച് ആശങ്ക പൂർണ്ണമായി ഒഴിഞ്ഞു മാറി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തുടർന്ന് അങ്ങോട്ട് ഗവൺമെൻറ്റും ജില്ലാ ഭരണകൂടവും അതോടൊപ്പം ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് കൂട്ടായി ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി അതിൻ്റെ ഭാഗമായി ചെയ്യുക എന്ന് തന്നെയാണ്. അതിൽ മറ്റു അഭിപ്രായ ഭിന്നതകളൊന്നും ഈ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കാണുന്നില്ല. എല്ലാ അർത്ഥത്തിലും പരമാവധി സഹകരണം മാധ്യമപ്രവർത്തകരുൾപ്പെടെ എല്ലാവരും ഈ ഒരു വലിയ ഓപ്പറേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഉണ്ട്. ഇതിൽ 3 പേരാണ് കേട്ടോ. ഇത് അർജുൻ കൂടാതെ 2 ഈ പ്രദേശത്തുള്ള 2 സഹോദരങ്ങൾ ഇത് പറഞ്ഞ പോലെ തന്നെ അവർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പം 3 പേർക്കും വേണ്ടിയുള്ള ഒരു ഓപ്പറേഷനാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. നമുക്ക് നിർബന്ധമായി ഇവരെ കണ്ടെത്തിയേ പറ്റൂ. അതാണ് MLA സൂചിപ്പിച്ചത്. കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാണ്, അദ്ദേഹം തയ്യാറാണ്, ജില്ലാ ഭരണകൂടം തയ്യാറാണ്. അതുകൊണ്ട് മാധ്യമങ്ങളുടെ സഹകരണ കാര്യത്തിൽ കൃത്യമായി ഉണ്ടാകണം. കാരണം ഈ ഗവൺമെൻറ്റും മിലിറ്ററിയും നേവിയും എല്ലാം തന്നെ നമുക്ക് വലിയ സഹകരണമാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇനിയും ഇത് കണ്ടെത്താൻ വേണ്ടി അവർ നമ്മോട് സഹകരിക്കും. നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്.